കലക്കി സൂപ്പർ പടം, കിടക്കാച്ചി പടം. ഇത് ഒക്കെ കിടക്കാച്ചി. ആ കാര്യങ്ങളിൽ ആ ട്രയലും ആ യുദ്ധമൊക്കെ കിടക്കാച്ചി കിടക്കാച്ചി. ഗംഭീര പടം, ഗംഭീര പടം. ശരിക്കും ആ മറ്റോന്റെ മോനാണ്, അല്ല മറ്റേ ദുൽഖറിന്റെ മോനാണ് മറ്റോൻ. അത് ഞാൻ ആദ്യം വെച്ച് ശരിക്കും ബാഹുബലി ഒക്കെ പോലെ റോമ സല്യൂട്ട് അടിക്കുന്ന പോലെയാണ്. റോമ കിടക്കാച്ചു വൈബ് പടം. ഇത് ശരിക്കും അല്ല, ഇത് ലാസ്റ്റ് കുറച്ച് ഇങ്ങനെ അഞ്ചു വണ്ടിയാണ്. സൂപ്പർ. എല്ലാവരും നല്ല പ്രഭാസ്, അതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ, ദുൽഖർ, നമ്മുടെ പിന്നെ അന്നാവൻ, ശോഭന, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പ്രഭാസിന്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ രാജമൗലിയും വന്നിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ ദീപിക പതുക്കോൺ നല്ല ഇതായിരുന്നു. സെക്കൻഡ് ഭാഗത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. നല്ലൊരു ചിത്രം. ആരുമില്ല, അമിതാഭ് ബച്ചൻ എല്ലാരും ഒന്നിനൊന്നിന പടം എന്ന് പറഞ്ഞ ഇന്റർവെല് കഴിഞ്ഞ് സീറ്റാ നേറ്റി പോകും. അടിപൊളി തകർപ്പൻ. കമലഹാസന്റെ റോള് കാണുന്നുണ്ടോ? തകർത്ത് കൂട്ടും. കമലഹാസൻ അവസാന സീനിൽ തകർത്ത് വരുന്നുണ്ട്. അമിതാഭ് ബച്ചന്റെ റോൾ ഒന്നും പറയണ്ട, പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഇതുപോലെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. അതുപോലെ പടം. ഹോളിവുഡ് സിനിമകളെ വെല്ലും അതുകൂട്ട് മേക്കിംഗ് അടിപൊളി. ടോട്ടൽ അത് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുവാണ്. ഇത് ഹോളിവുഡ് ലെവലിലേക്ക് മാറി. അത്രയും കലക്കി തകർത്ത് വാരി. ഒരു ഫസ്റ്റ് ഹാഫ് അത്ര എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. പക്ഷെ സെക്കൻഡ് ഹാഫും ആ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും ആ കൽക്കി യൂണിവേഴ്സ് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ്. പ്രഭാസിനേക്കാളും നമുക്ക് ബാക്കിയുള്ളവരെ, അമിതാഭ് ബച്ചനൊന്നും ഒരു രക്ഷയില്ല. എന്ത് രസം പറയോ. അമിതാഭ് ബച്ചൻ, ദീപിക, ശോഭന, കമലഹാസൻ എല്ലാവരും ഒന്നിനൊന്ന് വെച്ചു. പ്രഭാസ് ആ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എടുത്തുമ്പോഴത്തേക്കുണ്ടല്ലോ വേറെ ഒരു പുതിയ അവതാരമാണ് വന്നേക്കുന്നത്. എന്തായാലും സെക്കൻഡ് ഹാഫിന് കട്ട വെയിറ്റിംഗ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അസാധ്യ സെക്കൻഡ് പാർട്ട് ആയിരിക്കും എന്നുള്ളതാണ് രീതിയിൽ കൊണ്ടു നിർത്തിയേക്കുന്നത്. അമിതാഭ് ബച്ചനും കമലഹാസനും ഇന്ത്യയിലെ എല്ലാ മെയിൻ ടീമുകളെല്ലാം ഉണ്ട്. ഗ്രാഫിക്സ് വർക്ക് ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് പൊള്ളിച്ചടുക്കി. സെക്കൻഡ് പാർട്ട് ഉണ്ട് പടത്തിന്. ശോഭന, എല്ലാവരും തിരിച്ചു വേണം. മസ്റ്റ്. അത് തിരിച്ചുവരവ് തന്നെയാണ്. ഇന്ത്യയിലെ ഒരു മാഡ് മാക്സ് അല്ല അവഞ്ചേഴ്സ് എന്നൊക്കെ പറയാവുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണ്. പെർഫെക്റ്റ് ആയിട്ട് വരും. പെർഫെക്റ്റ് ആയിട്ട് മഹാഭാരതത്തിന്റെ ഒരു ഏരിയ പോർഷൻ ഒക്കെ പോകുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദുൽഖറൊക്കെ ഉണ്ടോ? എല്ലാവരും. ദുൽഖറുണ്ട്, എന്താ പറയാ, ശോഭനയുണ്ട്, പിന്നെ മലയാളത്തിൽ നിന്ന് വേറെ നടിയുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഇവിടെയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. സിനിമയുണ്ടായിരുന്നു. അടിപൊളി പടം. നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പടങ്ങളായിരിക്കും. ബാഹുബലിയൊക്കെ ആണെങ്കിലും. അപ്പോൾ പ്രഭാസിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന പഠനം, ഗംഭീര പെർഫോമൻസ്. എല്ലാ നടന്മാരും ഒന്നിനൊന്നിന് മെച്ചമാണ്. നമുക്കത് ഒരു വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. മേക്കിംഗ് വൈസ് ഒന്നും പറയാനില്ല. നമ്മളെ ഞെട്ടിക്കുന്ന മേക്കിംഗ്. ഗംഭീര പരിപാടി. എല്ലാവരും, കമലഹാസൻ ആണെങ്കിലും എല്ലാവരും നന്നായിട്ടുണ്ട്. ടേക്ക് വെച്ചിട്ടുള്ളെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട്. ശോഭന ഗംഭീരമായിട്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം.